മുഹമ്മദ് ഖാൻ നന്നായിക്കൂടെ നിങ്ങൾക്ക്? ജാമിദ ടീച്ചറൊക്കെ ഉണ്ടല്ലോ, നാക്കാനാണല്ലോ ജാമിദ ടീച്ചറൊക്കെ വരുന്നത്. എന്നാ പറയുങ്ങള് കേരളത്തില് എത്ര ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടാവും? അതില് വിദ്യാഭ്യാസം അക്കാഡമിക് ആയിട്ടും അല്ലെങ്കിൽ വേറെ തരത്തിലൊക്കെ ഉയർന്ന നിലവാരമുള്ള എത്ര 10,000-കണക്കിന് ആളുകൾ ഉണ്ടാവും. അവരെല്ലാവരും ജാമിദ ടീച്ചർ ആവുന്നില്ലല്ലോ, എക്സ് മുസ്ലിംസ് ആവുന്നില്ലല്ലോ. അപ്പൊ അവരൊക്കെ വിഡ്ഢികളും ജാമിദ ടീച്ചറും മാത്രം കാര്യം മനസ്സിലാക്കിയ ഒരാളും ആയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റൂലല്ലോ. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ജാമിദ ടീച്ചർ ഈ ഖുർആനിലും പിന്നെ ഈ ഇസ്ലാം മതത്തിലും കാണുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരാരും കാണാത്തത് എന്താണ്? ഞാൻ പറഞ്ഞു കൊടുക്കാം. മുഹമ്മദ് കാക്ക, നമ്മുടെ നാട്ടിൽ ക്യാൻസർ വർദ്ധിക്കുന്നുണ്ട്. അത് ഒരു പുരോഗതിയാണോ? ആശുപത്രികൾ വർദ്ധിക്കുന്നുണ്ട്, അത് പുരോഗതിയാണോ? മെഡിസിൻ വർദ്ധിക്കുന്നുണ്ട്, പല കമ്പനികളുടേതും, പുരോഗതിയാണോ? ഡോക്ടർമാരും നഴ്സുമാരും വർദ്ധിക്കുന്നുണ്ട്, പുരോഗതിയാണോ? രോഗികൾ വർദ്ധിക്കുന്നുണ്ട്, പുരോഗതിയാണോ? മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു എന്നത് ഒരിക്കലും ഒരു പുരോഗതിയല്ല, ഒരു നാടിന്റെ അധോഗതിയാണ്, അധപ്പതനത്തിന്റെ അവസാന വാക്കാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് അവർക്കാർക്കും അറിയില്ലേ എന്നാണ്. ഇനി അവർക്ക് അറിയാമോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യം. മതം ഉപേക്ഷിക്കുന്ന ആളുകളെയൊന്നും താങ്കൾ കാണുന്നില്ലേ? ഒരു ജാമിദ അല്ല. ഇറാൻ എന്ന രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഈ കേരളത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളാണോ ഉള്ളത്? വിശ്വാസം ഉപേക്ഷിച്ചവരാണോ ഉള്ളത്? നിങ്ങൾ ഒരു ലീഗിന്റെ സമ്മേളനത്തിന് പോയിക്കോ, അതേപോലെ തന്നെ നിങ്ങൾ ഒരു യുക്തിവാദി സമ്മേളനത്തിലും വായോ. ലിറ്റ്മസ് എന്ന് പറഞ്ഞ് 2021 നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട്. അന്ന് 7000 ആളുകൾ തികഞ്ഞിട്ട് ഒടുവിലെ പോലീസുകാർ പറഞ്ഞു ഇനിയും ഇതിനകത്ത് ആള് കൊള്ളത്തില്ല എന്ന്. എവിടെയാ? കോഴിക്കോട്. അപ്പൊ അത്രയധികം ആളുകൾ കാര്യങ്ങൾ കേൾക്കാനും ഗ്രഹിക്കാനും താല്പര്യപ്പെടുന്ന ആളുകളാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇവർക്കൊക്കെ കാര്യങ്ങൾ അറിയില്ലേന്ന്. സോഷ്യൽ മീഡിയ മുഹമ്മദ് കാക്ക ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലെ? ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഹറാമാണോ കാക്ക? അങ്ങനെയാണെങ്കിൽ എത്രയെത്ര പെൺകുട്ടികളും സ്ത്രീകളും ഈ മതം ഉപേക്ഷിച്ച് രംഗത്ത് വരുന്നുണ്ട്. യൂട്യൂബിലൂടെ, വ്ലോഗുകളിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, പാട്ടുകളിലൂടെ, ഈ സോഷ്യൽ മീഡിയകളിലൂടെ വരുമാനം കണ്ടെത്തുന്ന എത്രയെത്ര സ്ത്രീകളുണ്ട് കാക്ക. കാക്ക അത് കണ്ടിട്ടുണ്ടോ? അവരൊക്കെ ഈ മതത്തിനകത്താണോ കാക്ക, പുറത്താണോ കാക്ക? ലീഗിന്റെ വനിതാ സമ്മേളനം കണ്ടില്ലേ? എത്ര സ്ത്രീകളാണ് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായിരുന്നത്? ഇവരൊക്കെ മതത്തിനകത്തോ കാക്ക, മതത്തിന് പുറത്തോ കാക്ക? അപ്പോ ഈ ഇറാനില് 82% ആളുകൾ മതരഹിതരാണ്. അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോ കൊമേനിക്കെതിരെ അവര് ന്യൂഡായിട്ട് വസ്ത്രങ്ങൾ മുഴുവനും ഊരി എറിഞ്ഞ് കൊമേനിയുടെ ചിത്രം പ്രതീകാത്മകമായി കത്തിച്ച് അതിനകത്ത് നിന്ന് സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടിയൊക്കെ കണ്ടിരുന്നോ നിങ്ങൾ? ഈ മതം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മത തീവ്രവാദികൾ വളരുന്നുണ്ടാകും ബയോളജിക്കലി. അതല്ലാതെ ഈ മതത്തിനൊരു വളർച്ചയില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചില്ലേ? ഇന്ന് ലിപ്സ്റ്റിക് ഇടുന്ന പെൺകുട്ടിയോട് നിങ്ങൾ പറയുമോ നിങ്ങൾ വേശ്യയാണെന്ന്? അവരാ മതത്തിന് പുറത്താണ് കാക്ക. കണ്ണെഴുതി മുഖമൊക്കെ ഫേഷ്യൽ ചെയ്ത് എത്ര പെൺകുട്ടികളെയാണ് നിങ്ങൾക്ക് ഈ അപ്പിക്കുപ്പായത്തിനകത്ത് കാണാൻ പറ്റുന്നത്? ഈ അപ്പിക്കുപ്പായത്തിന് പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ മതത്തിനകത്തോ പുറത്തോ? സോഷ്യൽ മീഡിയയിൽ വരുന്ന പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ മതത്തിനകത്തോ പുറത്തോ? അപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിക്കുന്നവരാ അല്ലെന്ന് പറയാമോ? പറയാം. ഈ സോഷ്യൽ മീഡിയയിൽ 4 ആള് സംസാരിക്കുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളെ സമ്മേളനത്തിന് 7000 ആളുകൾ പങ്കെടുത്തു എന്നുള്ളതൊന്നും അതൊരു വലിയ കണക്കൊന്നുമല്ല. പിന്നെ അതവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, അതൊക്കെ വേറെ വിഷയം. പിന്നെ നിങ്ങൾ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വളരെ ലിബറൽ ആയിട്ട് നിങ്ങളുടെ ഫാദർ വളർത്തി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളെ മദർ മാത്രമാണ് ഒരു ഈ മുസ്ലിം രീതിയിൽ അങ്ങനത്തെ ഒരു രീതിയുള്ളത്. ഫാദറും നിങ്ങളൊക്കെ അങ്ങനല്ല വളർന്നത് അല്ലെങ്കിൽ വളർത്തിയത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, പക്ഷെ നിങ്ങളും നിങ്ങളുടെ സിസ്റ്ററും ഒക്കെ ഈ അറബിക്
കോഴ്സ് പഠിക്കാനും ആ മേഖല എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്? ഇത്ര ലിബറൽ ചിന്തകൾ ഉണ്ടാകുന്ന വ്യക്തികള് എന്തിനാണ് ഈ ഒരു മേഖല തെരഞ്ഞെടുത്ത് ഇതിലേക്ക് പോയത്? നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ നാട്ടില്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിലേക്കൊന്നും പോയില്ല? അതാണ് എന്റെ ചോദ്യം. അതെ, കാക്കായെ പോലെ ചിന്തിച്ച ഒരാളായിരുന്നില്ല എന്റെ വാപ്പച്ചി. എന്റെ വാപ്പച്ചിയുടെ മാത്രമായിരുന്നില്ല ഞങ്ങള്, ഉമ്മച്ചിയുടെയും കൂടി ആയിരുന്നു. ഓക്കെ, ആയിക്കോട്ടെ. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇപ്പൊ ഒരാൾക്കും മറ്റൊരാളുടെ ചിന്തയെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ അകത്തുള്ള ചിന്തകള് അത് വേറൊരാൾക്കും സ്വന്തമല്ല, അത് നിങ്ങളുടെ സ്വന്തം സംഗതിയാണ്. അതിൽ മറ്റൊരാൾക്ക് ഇടപെടാൻ കഴിയില്ല. അപ്പോ നിങ്ങൾക്ക് ബാഹ്യമായിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ പറയാം, പലതും പറയാം. പക്ഷെ നിങ്ങളുടെ അകത്താണ് നിങ്ങളുടെ ചിന്തകൾ നടക്കുന്നത്, നിങ്ങളുടെ തലച്ചോറിലാണ്. അതിനാർക്കും സ്വാധീനിക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അപ്പൊ നിങ്ങളെ ചിന്തയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആലോചനകളിലൊന്നും ആർക്കും എനിക്ക് ഒന്നും പറയാനല്ല അതിനെപ്പറ്റി. കാരണം അത് നിങ്ങളുടെ അവകാശമാണ്, അത് നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. മുഹമ്മദ് കാക്ക, ഇവിടെ അഭിപ്രായ പ്രകടനങ്ങളല്ല നമ്മൾ ആരും ഇവിടെ ചെയ്യുന്നത്, ആശയ വ്യതിരിക്തതകളാണ്. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നു, എന്തുകൊണ്ട് ഞാൻ മതം ഉപേക്ഷിച്ചു. ഇസ്ലാമിനകത്ത് മാനവരാഹിത്യങ്ങൾ ഉള്ളതുകൊണ്ട്, ഇസ്ലാമിൽ സ്ത്രീ വിരുദ്ധതകൾ ഉള്ളതുകൊണ്ട്, ജനാധിപത്യ വിരുദ്ധതകൾ ഉള്ളതുകൊണ്ട്, അന്യമത വിരോധമുള്ളതുകൊണ്ട്, കൊള്ളയും കൊലയും ബലാത്കാരവും തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ മനുഷ്യ മനസാക്ഷിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത വസ്തുതകൾ ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഈ മതം ഉപേക്ഷിച്ചു. എന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പോട്ടെ, ഇത് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി ഞാൻ ഈ മതം ഉപേക്ഷിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് സംസാരിക്കാമല്ലോ. സംസാരിക്കാം. കാരണം ഞാന് ഈ ഇസ്ലാം മതത്തില് ജനിച്ചു വളർന്ന് ഈ ഖുർആൻ വായിച്ച വ്യക്തിയാണ്. ഞാന് ഖുർആൻ ഒരു 3, 4, 5 തവണ വായിച്ചിട്ടുണ്ടാവും. ഞാനത് വളരെ ആദരവോട് കൂടിയിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്, വായിച്ച വ്യക്തിയാണ്. അപ്പോ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ നേടിയിട്ടുള്ള അറിവ് പ്രകാരം നിങ്ങൾ ഈ ആരോപിക്കുന്ന ആരോപണങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നില്ല. അത് നിങ്ങള് ഖുർആൻ വായിക്കാത്ത ആൾക്കാരോട് ചിലപ്പോ പറഞ്ഞാല് അതൊരു അറബിക് ടീച്ചർ പറയല്ലേ എന്ന നിലയ്ക്ക് അവരത് മുഖവിലേക്ക് എടുത്തേക്കാം. പക്ഷെ ഖുർആൻ വായിച്ച എനിക്ക് നിങ്ങളുടെ ഈ അഭിപ്രായത്തോട് ഒട്ടും യോജിപ്പില്ല. എനിക്ക് നിങ്ങളോട് യോജിക്കാൻ കഴിയില്ല. എനിക്ക് ഇസ്ലാമിനെ ആ തരത്തിൽ കാണാനും കഴിയില്ല. നിങ്ങളുടെ അഭിപ്രായമല്ല എനിക്കുള്ളത്. ഞാൻ ആദ്യവും പറഞ്ഞല്ലോ കാക്ക, ഞാൻ പറഞ്ഞത് അഭിപ്രായമല്ല, ഖുർആനാണ്. ഖുർആൻ പറയുന്നു, അള്ളാഹു ഒരാളെ സന്മാർഗത്തിലാക്കാൻ വിചാരിച്ചാൽ ദുർമാർഗത്തിലാക്കാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല. അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരെയും അള്ളാഹു സന്മാർഗത്തിലാക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു വിചാരിച്ചിട്ടില്ല. ഇതല്ലേ ശരി? അതിലെന്താണ് നിങ്ങൾ തെറ്റ് കാണുന്നത്? അള്ളാഹു വിചാരിക്കുന്നതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങള് ഏത് മാർഗത്തിലാവണമെന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, അത് തീരുമാനിക്കുന്ന അള്ളാഹു ആണ്. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളെ കഴിവുകൊണ്ടല്ല നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. നിങ്ങളെ കഴിവുകൊണ്ടല്ല നിങ്ങൾ കാണുന്നത്, ജീവിക്കുന്നത്, നിങ്ങളെ ജീവിപ്പിക്കുകയാണ്. അള്ളാഹു അല്ലാതെ വേറെ ആരാണ്? അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ നിങ്ങൾക്ക് ഇസ്ലാം ആവാനും കഴിയുള്ളൂ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനും കഴിയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുന്ന മാതിരിയാണ് ഈ ലോകത്ത് നടക്കുന്നത്. നിങ്ങളെ ഉദ്ദേശിക്കുന്ന മാതിരി ലോകം നടക്കൂല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി നിങ്ങൾ നടക്കൂല. എന്നിട്ടല്ലേ വേറൊരാള് നടക്കുക? നിങ്ങൾക്ക് സാധ്യമല്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് നടക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്ത് കഴിവുള്ളത്? നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ച് ഇടപെടല്ലേ?
നിങ്ങൾ ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ ഉണ്ടായത്? നിങ്ങളുടെ കഴിവുകൊണ്ടാണോ നിങ്ങൾ ഉണ്ടായത്? നിങ്ങൾ എങ്ങനെ നിങ്ങൾ എങ്ങനെ ഉണ്ടായി? നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉണ്ടാവുന്നില്ല, നിങ്ങൾ നിലനിൽക്കുന്നില്ല, നിങ്ങൾ നശിക്കുന്നില്ല, നിങ്ങൾ രക്ഷപ്പെടുന്നില്ല, നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് കേട്ടോ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വഴികേടിലുമാക്കും. അതിൽ ഒരു തെറ്റുമില്ല. ആരൊക്കെ കഴിഞ്ഞത്? അല്ല കാക്ക, അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗവും നരകവും ഒക്കെ പടച്ചോൻ കളിപ്പാട്ടത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണോ? നിങ്ങളെ വിശ്വാസിയുമാക്കി എന്നെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോ പടച്ചോൻ നീതി ഇല്ലാത്ത ആളാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നേ? നിങ്ങളിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങളെ കഴിവുകൊണ്ടാണ് നിങ്ങൾ സ്വർഗത്ത് പോകുന്നത്, നിങ്ങളെ കഴിവുകൊണ്ടാണ് കഴിവുകേടുകൊണ്ടാണ് നിങ്ങൾ നരകത്ത് പോകുന്നത്, നിങ്ങളെ കഴിവുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളെ കഴിവുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. എന്നാൽ അതല്ല, അത് നിങ്ങൾ മുഹമ്മദ് ഖാ ചെറിയൊരു തിരുത്തുണ്ട്. അനുവദിക്കുന്നില്ല. അല്ല മുഹമ്മദ് ഖാ ചെറിയൊരു നിങ്ങൾ പറഞ്ഞത് മൊത്തം നമ്മൾ കേട്ടില്ലേ? ഏതെങ്കിലും അഡ്മിന്മാർ ഇടപെട്ടോ? വേറെ ഏതെങ്കിലും ഒരു ക്ലബ് ഹൗസിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ സമയവും സൗകര്യവും തരുമോ? അത്രയ്ക്ക് അവർ മാന്യത കാണിച്ചില്ലേ? ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ വിചാരിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നോ, ഞാൻ വിചാരിച്ചത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നോ അല്ല, ഞാൻ വിചാരിച്ചത് കൊണ്ടും മാത്രം ഈ ക്യാൻസർ മതത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് സ്വർഗവും വേണ്ട, നരകമുണ്ടെങ്കിൽ അത് തന്നാൽ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിച്ചോളാം. എന്റെ ചോദ്യം ഇതാണ് കാക്ക. അള്ളാഹു വിചാരിച്ചത് കൊണ്ട് ഞാൻ മതത്തിൽ നിന്നും വ്യതിചലിച്ചു, അള്ളാഹു വിചാരിച്ചത് കൊണ്ട് താങ്കൾ സന്മാർഗത്തിലുമായി. ഇതിലൊരു അനീതി താങ്കൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അല്ല, നിങ്ങൾ വിചാരിച്ചതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഈ മതത്തിൽ നിന്ന് പുറത്തു പോയത്. നിങ്ങൾ വിചാരിച്ചാൽ ഒരു ചുക്കും നടക്കൂല. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്? നിങ്ങൾ വലിച്ച ശ്വാസം പുറത്തേക്ക് വിടാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നിട്ടല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? കാക്ക, ഞാൻ ചോദിച്ചത് കാക്കാക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇങ്ങനെ എന്നെ ആക്കിയതിന് പിന്നിൽ പടച്ചോനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ ശിക്ഷിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? പിന്നെ എന്തിനാ നരകമെന്നാ ചോദിക്കുന്നത് ഞാൻ. നിങ്ങൾ ഈ പറയുന്നത് എന്താ അറിയോ? പടച്ചോനാണെന്ന് നിങ്ങൾ വായ കൊണ്ട് പറയാണ്. നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അഹങ്കാരം നിങ്ങൾ അതിൽ അനുവദിക്കുന്നില്ല. നിങ്ങളെ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ഒരാളെ സന്മാർഗത്തിലാക്കുന്നതും പടച്ചോൻ, ദുർമാർഗത്തിലാക്കുന്നതും പടച്ചോൻ. പിന്നെ എന്തിനാണ് സന്മാർഗികൾക്ക് സ്വർഗവും ഹൂറികളും മാറിടം തുടുത്ത പെണ്ണുങ്ങളും നരകത്തിലാണെങ്കിലോ തിളച്ച ഓടയിലെ വെള്ളമൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നേ. ഇത് രണ്ടും പടച്ചോന്റെ തീരുമാനമാണെങ്കിൽ നമ്മളെ വെറുതെ ഡമ്മികളാക്കി ശിക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനൊരു കാര്യം ആദ്യം പറയട്ടെ. നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ജീവനുള്ള പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശരീരം മാത്രമാണ്. ഈ ശരീരം നിങ്ങൾ ഉണ്ടാക്കിയതോ? അഡ്മിന്മാരൊന്ന് ഇടപെടുമോ? ഞാൻ ചോദിച്ച ചോദ്യം കാക്കാക്ക് അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. അല്ല, അതിനുള്ള മറുപടിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ അതിനുള്ള മറുപടിയാ പറയുന്നത്. ഒന്ന് കേൾക്കുക. അതായത് ഈ ശരീരം നിങ്ങള് വേറെ എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്കന്റെ തലസ്ഥാനാണ് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളിവിടെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചതിൽ എന്തെങ്കിലും മറുപടി നിങ്ങൾ എന്ത് പറയുന്നതാണ് കണ്ട് ഇത് ന്യായീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. ആയിക്കോട്ടെ ഞാൻ പറയാം. അതായത് ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല് അള്ളാഹു ആണ് ഒരാൾ തീരുമാനിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ നരകവും സ്വർഗവും എന്നാണ്. ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ ഇവരെ അങ്ങനെ ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള വികാരം എന്താണ്? അള്ളാഹു അല്ല, ഞാനാണ്. കാരണം അതൊരു ന്യായമായ ചോദ്യമാണ്. അപ്പോ ഇവര് മനസ്സിലാക്കുന്നത് എന്താണ്? അള്ളാഹു തീരുമാനിച്ചാൽ അതിൽ പിന്നെ അവിടെ ഒരു ലോജിക്ക് ഇല്ല. കാരണം അള്ളാഹു എന്നെ സ്വർഗവും നരകം ഉണ്ടാക്കിയിട്ട് അള്ളാഹു എന്നെ തീരുമാനിക്കുകയാണ്. ഇത്ര ആൾക്കാർ സ്വർഗത്തിൽ പോകണം, ഇത്ര ആൾ നരകത്തിൽ പോകണം. ഇതാണ് ഇവരുടെ ചോദ്യം. ഇവിടെ ഉള്ളത് എന്താന്ന് വെച്ചാല് ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവും അള്ളാഹു അല്ലാതെ ഉണ്ടാക്കിയതല്ല. കാരണം ഞാൻ ജനിച്ചത് എന്റെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ആരുടെ കഴിവുകൊണ്ടോ അല്ല. ഞാൻ ഇവിടെ ജനിക്കപ്പെട്ടതാണ്. ആ ഉണ്ടാക്കിയത്
അത് പറയാം, ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. അതവിടെ നോക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ അള്ളാഹു ഉണ്ടാക്കി, ഞാൻ പറഞ്ഞു കുട്ടിച്ചാത്തനാണ് ഈ ലോകം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു എനിക്കാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിളിക്കുക കുട്ടിച്ചാത്ത എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയോ, അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. അതവിടെ കെട്ടപ്പോ എങ്ങനെ ഉണ്ടാവും? കുട്ടിച്ചാത്തനാണെന്ന് നിങ്ങൾ പറയാം, അതിനെന്താ തെറ്റ്? ഞാനത് നിഷേധിക്കുന്നില്ല. നമുക്ക് അതിന് തെളിവ് വേണ്ടേ? അള്ളാഹു ആണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയുമ്പോ അതിനെന്താ തെളിവുള്ളത്? ആ തെളിവ് ഇപ്പൊ എന്താണ്? തെളിവ് നിങ്ങൾക്ക് തന്നെ തെളിവ് ഈ കാണുന്നത്. ഞാൻ പറയാം കുട്ടിച്ചാത്തനാണ് ഈ ലോകം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ തെളിവ് എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ന്യായം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കും. അതല്ല പിന്നെ കാക്ക നിക്കേ പോട്ടെ, നമ്മള് അങ്ങനെയൊന്നും പോണ്ട സുപ്രു. അതായത് ഇപ്പൊ കാക്ക ചോദിക്കുന്നത് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത് പടച്ചോനാണല്ലോ. അപ്പൊ ഒന്നുകിൽ ആകാശം ഉണ്ടാക്കണം ആദ്യം, അല്ലെങ്കിൽ ഭൂമി ഉണ്ടാക്കണം ആദ്യം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഉണ്ടാക്കുന്നതിന് മുമ്പ് പടച്ചോൻ എവിടായിരുന്നു? അതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളല്ലേ, അതിലേക്കൊക്കെ പോണോ? അയ്യോ കാക്ക, നിങ്ങളല്ലേ പറഞ്ഞത് ഇത് മൊത്തവും ഉണ്ടാക്കിയത് പടച്ചോനാണെന്ന്. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കില്ലേ, 7 രാത്രിയും 8 പകലുകളുമായി ആകാശവും ഭൂമിയും അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഈ ആകാശവും ഭൂമിയും മാത്രമേ നമുക്കറിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് പടച്ചോൻ എവിടെയായിരുന്നു എന്നുള്ളത് ഒരു LKG കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ കാക്ക? നിങ്ങള് ഭാരതീയ ദർശനങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? വേദങ്ങള് കാക്ക അല്ല, സ്വർഗവും നരകവും പോയില്ല. അതായത് നിങ്ങള് കാര്യം തന്നെ അറിയാതെ നിങ്ങൾ ഭാരതീയ ദർശനത്തിലേക്കൊന്നും പോകണ്ട. അതല്ല പാണ്ഡിത്യമുള്ള ആൾക്കാരൊന്നും ഞാൻ സുപ്രഭാതനോടല്ല അല്ല ചോദിക്കുന്നത്. കാക്ക നിക്ക് അതെ ഭാരതീയ ദർശനം നമ്മൾ അടുത്തതായിട്ട് എടുത്താൽ പോരെ? നമുക്ക് ഖുർആൻ തന്നെ ഉണ്ടല്ലോ. അതായത് ഖുർആനില് കാക്ക പറയുന്നത്, നിങ്ങൾ ഖുർആനെ വിമർശിച്ചോളൂ. അല്ലല്ല കാക്ക അത് പറഞ്ഞാലും പറഞ്ഞില്ലേലും ഞാനത് ചെയ്യും. അത് വേറെ. 16-ാം അധ്യായം പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ല് അതിലെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, അല്ലാഹുവിന്റെ ബാധ്യതയാണ് ഒരാൾക്ക് ശരിയായ മാർഗം നൽകുക എന്നത്. വമിൻഹ, അതിലുണ്ട് ജാഇറുൻ, പിഴച്ച മാർഗവും. വലൗ ശാ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഹദാകും അജ്മഈൻ, മുഴുവൻ ആളുകളെയും സന്മാർഗത്തിലാക്കുമായിരുന്നു. അതായത് ഒരു സൃഷ്ടികർത്താവിന്റെ ബാധ്യതയാണ് സൃഷ്ടിക്ക് ശരിയായ മാർഗം കാണിച്ചു തരിക എന്നത്. പക്ഷേ അള്ളാഹു കാണിച്ചു തന്ന മാർഗത്തിൽ പിഴച്ച മാർഗവുമുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവനും അള്ളാഹു സന്മാർഗത്തിലാക്കുമായിരുന്നു. നനച്ച പുലിയെ പിടിപ്പേ, ആന ഉശിരി പോനാലും നനയ്ക്ക മാട്ടേൻ. ശരിയാണോ കാക്ക? തമിഴ് എനിക്കറിയില്ല. അല്ല, ആദ്യം പറഞ്ഞത് അറബിയായിരുന്നു, പിന്നെ പറഞ്ഞത് അറബിയുടെ മലയാളമായിരുന്നു. അതൊക്കെ മനസ്സിലായി. ഈ അറിയാത്ത ഭാഷ പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. അതായത് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് സമയത്തിനൊക്കെ വിലയുള്ള ആളുകളാണ്. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പൊട്ടന്മാരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അയച്ചു വിട്ടിട്ടുണ്ട്. വിവരം വിദ്യാഭ്യാസമുള്ള മറുപടി തരാൻ വേണ്ടി പറ്റുന്ന ഒന്നുമില്ല. ചോദിക്കുന്ന സമയത്ത് മറ്റെന്താ പറയാ, പണ്ട് ഞങ്ങളെ കോഴിക്കോടൊക്കെ പറയാറുണ്ട്, മാപ്പിള തൈക്കൊണ്ടിലാണ് വർത്താനം എന്ന് പറയും. അതേമാതിരി പറഞ്ഞ് ഡിബേറ്റിന് വരാൻ വേണ്ടി നിൽക്കുന്നത്, പ്രത്യേകിച്ച് ജാമിദ ടീച്ചർ പോലുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ മറ്റേ ഇവരൊക്കെ യൂട്യൂബ് മറ്റേ വീഡിയോസുകളൊക്കെ എടുത്ത് കാണാം, എന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാം. എന്നിട്ട് നിങ്ങൾ ഇവരെ പോലുള്ള ആളുകളുടെ അടുത്ത് ഡിബേറ്റിന് വരും. നിങ്ങൾ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചു പോയി. നിങ്ങളെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചു പോയി. നിങ്ങൾക്ക് ഞാൻ നെറ്റൂർ സ്വാമിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങൾ തൊലിക്കെട്ടിയെ സമ്മതിച്ചു. എന്തുകൊണ്ടാണ് ടീച്ചർ പഠിക്കണം എന്ന് പറയുന്നത്? നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജാമിദ ടീച്ചറെ അടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞില്ല, എല്ലാവരുടെ അടുത്തും നിങ്ങൾ പഠിച്ചോളി. പക്ഷെ നിങ്ങൾ തൊലിക്കെട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ചോദ്യത്തിനും മര്യാദയ്ക്ക് നേരെ വർത്താനം പറയാൻ അറിയാത്ത, മറുപടി പറയാൻ പറ്റാത്ത നിങ്ങള് ജാമിദ ടീച്ചറെ അടുത്ത് വന്നാണ്ട് നിങ്ങൾ ഡിബേറ്റിന് വന്നാൽ നിങ്ങൾ തൊലിക്കെട്ടി സമ്മതിച്ചു. അല്ല, മനസ്സിലായോ? സുപ്രഭാത് തൊലിക്കെട്ടി അളക്കൊന്നും വേണ്ട. സുപ്രഭാത് അല്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയും. അപ്പോഴത്തെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഡീറ്റെയിൽ പഠിക്കുന്ന കാര്യമില്ല. ചോദ്യം സുപ്രഭാത ഞാൻ ഇടപെടും. അതിന്റെ കാരണം എന്താണെന്നറിയോ? അപ്പുറത്ത് കോയമാര് റൂം എടുക്കുന്നത് എന്താ അറിയോ? ജാമിദ ടീച്ചർക്ക് അവസരം കൊടുത്ത പാഞ്ചേന്യം ഗ്രൂപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. അത്ര വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരാ കോയമാര്. അല്ല, ജാമിദ ടീച്ചർ എന്താ മറ്റേ തീവ്രവാദിയാ? സുപ്രഭാത് എന്റെ ഇതിൽ ഇടപെടണ്ട. സുപ്രഭാതിന്റെ കാര്യം നോക്കിയാൽ മതി.
എന്നാ പിന്നെ നിങ്ങൾ ഇവിടുന്ന് ചോദ്യം ചോദിച്ചാൽ മറുപടി പറയണം. എന്നോട് ചോദിച്ചാല് അതിന് മറുപടി ഞാൻ പറയും. അത് എനിക്കറിയാം. അത് വലിയ വിഷയാന്ന് പറയരുത്, വലിയ വിഷയാന്ന് പറയരുത്. ഇപ്പൊ ചോദിച്ചപ്പോ ആകാശം ഭൂമി ഉണ്ടാക്കുന്നതിനെ കൊണ്ട് അള്ളാഹു എവിടെയെങ്കിലും വെച്ചപ്പോ ഉണ്ടാകുന്നത്. അല്ല, ഞാൻ പറയട്ടെ ഇവിടെ ജാമിദ ടീച്ചർ ഈ സംസാരിക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ചാല് ഒരു മനുഷ്യന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട്, അഹങ്കാരം കൊണ്ട്, കണ്ണ് കാണാത്തത് കൊണ്ട്, സത്യം തിരിച്ചറിയാത്തത് കൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കും. കാരണം എന്നാ സത്യം അങ്ങ് പറ കാക്ക. മനസ്സിലാവൂല ആ സത്യം അല്ല, ആ സത്യം കാക്ക അങ്ങ് പറ, ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കട്ടെ. ഞങ്ങൾക്ക് മനസ്സിലാകാത്ത സത്യം. ജാമിദ ടീച്ചറെ വീഡിയോസുകളും ജാമിദ ടീച്ചർ പണ്ട് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തതും ഖുറാനാണ് പ്രമാണം നടക്കുന്ന സമയത്തുള്ളത് മുതലേ ജാമിദ ടീച്ചറെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ജാമിദ ടീച്ചർ ഓരോ മാറ്റങ്ങളും ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. മനസ്സിലായോ? അത് ഒരുപാട് കാലൊന്നായിട്ടില്ല, ഇപ്പൊ അടുത്ത കാലത്താണ് ഒക്കെ. മനസ്സിലായോ? ജാമിദ ടീച്ചറെ തട്ട ഉപേക്ഷിച്ച് എന്നാന്ന് ചോദിച്ചോ നിങ്ങള്? ഒരുപാട് വർഷമായിട്ടില്ല, ഇപ്പൊ അടുത്തല്ലേ അതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ ഈ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നിങ്ങളൊക്കെ കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ വന്നും കണ്ട് മറ്റേ ഡിബേറ്റിന് വരുന്ന നിങ്ങളെ തൊലിക്കട്ടി സമ്മതിക്കണം. മനസ്സിലായോ? ഇതേമാതിരിയുള്ള ആളുകളുടെ പോയത് വേറും പൊട്ടത്തരങ്ങളും. നിങ്ങൾ എന്താ ഈ പറയുന്നത്? തൊലിക്കട്ടി എന്ന് പറഞ്ഞാല് എന്താ ഈ തൊലിക്കട്ടി എന്ന് പറഞ്ഞാല്? എവിടെ പോയിട്ട് പൊട്ടത്തരം പറയാനുള്ള ആ ചങ്കൂറ്റുണ്ട്, അതിനാണ് തൊലിക്കട്ടി. നിങ്ങൾ ഈ ഖുറാനെ കുറിച്ച് ചോദിച്ചിട്ട് മറുപടി പറയാറാതെ നിങ്ങൾ മറ്റേ ജാമിദ ടീച്ചറെ വന്നും കണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കുമോ? പിന്നെ നിൽക്കണം. അത് ശരി. അല്ല, ഞാൻ പറയട്ടെ, ചോദ്യം ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും ചോദിക്കൂ. അപ്പൊ ചോദിക്കുന്ന സമയത്ത് ബാഹുബലിയിലെ വില്ലൻ പറഞ്ഞിട്ട് കാര്യമില്ല. സമാധാനപ്പെടെ സുഹൃത്തെ. അതായത് നമ്മള് നേരെ ചൊവ്വ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിന് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരമാണ്. നമ്മൾക്ക് നമ്മളെ പറ്റി തന്നെ അറിയില്ല. ഈ ഒരാള് സ്വയം ആരാണെന്ന് മനസ്സിലാക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ ആത്മീയതയുടെ ഏത് വേർഷൻ എടുത്താലും അത് അത് ഞാൻ സമ്മതിച്ചു തരില്ല. അഹങ്കാരമല്ല. ഫബശ്ശിർ ഇബാദല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന ഉലൈക ഹദാഹുമുല്ലാഹ് ഉലൈക ഹുമുൽ അൽബാബ്. എന്റെ നല്ലവരായിട്ടുള്ള അടിമകളോട് നീ സന്തോഷ വാർത്ത അറിയിക്കണം. അവർ എങ്ങനെയുള്ളവരാണ്? യസ്തമിഊനൽ ഖൗല, വാക്കുകളെ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. വയത്തബിഊന അഹ്സന, ഏറ്റവും നല്ലതിനെ പിൻപറ്റുന്നവരാണ്. ഉലൈക ഹദാഹുമുല്ലാഹ്, അവർക്കാണ് അല്ലാഹു സന്മാർഗം നൽകുന്നത്. ഉലൈക ഹുമുൽ അൽബാബ്, അവരാണ് ഉറ്റാലോചിക്കുന്നവർ. ചിന്ത, ആലോചന, ചോദ്യം, ഇത് അഹങ്കാരമായിട്ട് കരുതുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് പോലും താങ്കൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടാണ്. ഖുർആനല്ലേ പറഞ്ഞത്? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ സന്മാർഗം നൽകുമായിരുന്നു, പക്ഷേ അള്ളാഹു വിചാരിക്കില്ല എന്നാ അള്ളാഹു പറയുന്നത്. അപ്പോൾ സ്വർഗവും നരകവും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അള്ളാഹു എന്തിനാണ്? കുറെ അധികം ആളുകളെ നരകത്തിലിട്ട് പൊരിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ. അവര് ചെയ്ത തെറ്റിന്റെ പേരിലല്ല, അള്ളാഹു എടുത്ത തെറ്റായ തീരുമാനത്തിന്റെ പേരിലാണ്. കുറെ ആളുകള് മാറിടം തുടുത്ത പെണ്ണുങ്ങളുമായിട്ട് ആടിപ്പാടി ഉല്ലസിക്കുന്നത് കണ്ടിട്ട് ആത്മനിർവൃതി അടയാൻ എന്തിന്റെ പേരിൽ? അള്ളാഹു എടുത്ത തീരുമാനത്തിന്റെ പേരിൽ. ഇതിനെക്കുറിച്ചാണ് നമ്മളിപ്പോ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞ് കളയല്ലേ കാക്ക. ഇനി എന്റെ അഹങ്കാരമാകട്ടെ, എന്റെ അജ്ഞതയാകട്ടെ, അത് കാക്ക അറിവുള്ള കാക്കയല്ലേ, പറഞ്ഞിട്ട് തിരുത്ത്. എന്റെ ഈ ചോദ്യങ്ങൾക്ക് എനിക്ക് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ചോദ്യമാണ്, അതങ്ങ് തിരുത്തി. ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സ്വർഗത്തിലാക്കും, അല്ലാത്തവരെ നരകത്തിലാക്കുന്നത്. ഇത് ഖുർആനാണ്, അള്ളാഹു ആണ് ഇത് പറഞ്ഞു തരുന്നത്. അതിന് തെളിവെന്താ? ചോദ്യങ്ങൾ ഒരുപാട് ആയിപ്പോകും. നിങ്ങൾ ഇങ്ങനെ ഒരു ഞാൻ ഒന്ന് പറയട്ടെ. അതായത് അള്ളാഹു നിങ്ങൾക്ക് ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട്, അതില് സത്യമുണ്ട്. അത് മനസ്സിലാക്കാനും അത് ചിന്തിക്കാനും അത് ഉൾക്കൊള്ളാനാണ് ആ ഗ്രന്ഥം ഉള്ളത്. അപ്പോ ആ ഗ്രന്ഥത്തിൽ ഒരു സെക്കൻഡ്, നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട്. നിങ്ങൾ പറഞ്ഞ വിഡിത്തമൊന്നും കേട്ടിട്ട് ഞാൻ പോകത്തില്ല. നിങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ട്. ഈ ഖുർആൻ പ്രവാചകൻ ഇറക്കിയെന്ന് പറയുന്നു. പ്രവാചകൻ ഈ ഖുർആൻ കണ്ടിട്ടില്ല. ഇന്ന് നിലവിൽ 300ഓളം ഖുർആനുകൾ ഉണ്ട്. ഷിയാക്കളുടെ കയ്യിലുള്ള ഖുർആനല്ല ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. സൗദി അറേബ്യയിലുള്ള ഖുർആനല്ല ഇറാനിലുള്ളത്. അപ്പോൾ ഏത് ഖുർആനാണ് അള്ളാഹു ഇറക്കിയത് എന്ന് നിങ്ങൾ പറയണം. എല്ലാ ഖുർആനിലും 114 അധ്യായമല്ല ഉള്ളത്. എല്ലാത്തിലും ഇതേ വചനങ്ങളല്ല ഉള്ളത്. എല്ലാത്തിനും ഇതേ അർത്ഥങ്ങളും വിശദീകരണങ്ങളും അല്ല ഉള്ളത്.
അപ്പോൾ അള്ളാഹു നൽകി എന്ന് പറയുമ്പോൾ ഇത് പ്രവാചകൻ കണ്ടിട്ടില്ല എന്ന് കൂടി നിങ്ങൾ പറയണം. പ്രവാചകൻ മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഖുർആൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ എഴുതിയ ഗ്രന്ഥമാണിത്. നബി ഇത് കണ്ടിട്ടില്ല. ആയിക്കോട്ടെ. നബിയിലൂടെയാണ് ഈ ഖുർആന് മനുഷ്യർക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. നബിക്ക് കിട്ടിയ ദിവ്യ വചനങ്ങളാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഇറാനിലുള്ളത് അമേരിക്കയിലുള്ള ഖുർആൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മലയാളത്തിലോ അല്ല അറബിക്കിലുള്ള ഖുർആന് അതിന്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ഖുർആനകത്ത് പിശാചിന്റെ വചനങ്ങൾ വരെ ഉണ്ട്. ആയിക്കോട്ടെ, നിങ്ങള് അതിനെപ്പറ്റി ഒന്നും ബോധരാവണ്ടെന്ന്. നിങ്ങൾക്ക് ഒരു ഖുർആൻ കയ്യിലില്ലേ, അത് എടുത്താൽ മതി. അത് പറ്റില്ല കാക്ക, നമുക്ക് അതിനൊരു ഓതന്റിസിറ്റിയും ജെന്യൂനിറ്റിയും ഒക്കെ ഇല്ലേ? ആ ഓതന്റിസിറ്റി ഒക്കെ ഞാൻ പറയാം. അതായത് ഈ ഖുർആൻ എന്ന് പറയുന്നത് നബിയാണ് ഈ സഹചരന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. നബിയിലൂടെയാണ് ഈ ഖുർആൻ അവതരിക്കപ്പെട്ടത്. അതിൽ യാതൊരു സംശയമില്ല. അത് പിൽക്കാലത്ത് പുസ്തക രൂപത്തിലാക്കിയതാണ്. അത് സത്യമാണ്. അപ്പോ ആ പുസ്തകം എല്ലാവരുടെ കയ്യിലുണ്ട്. ലോകത്തെ ഏത് ഭാഗത്തും ഏത് അപ്രൂവൽ ചെയ്യാൻ നബി ഇത് കണ്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറയേണ്ട സുഹൃത്തെ, നിങ്ങള് നബി കാണുന്നത് എങ്ങനെ? നബി മരിച്ചാ പിന്നെ അത് കാണുമോ? പുസ്തക രൂപത്തിൽ നബി കണ്ടിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ ഖുർആൻ വന്നത് നബിയിലൂടെയാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ നിങ്ങള് ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഖുർആനിലുള്ള കാര്യങ്ങള് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഇപ്പൊ ഖുർആനിലുള്ള ഒരു വാചകം വെച്ചിട്ടാണ് നിങ്ങൾ ഖുർആനെ എതിർക്കുന്നത്. പക്ഷെ ആ ഖുർആൻ ഒരു വാചകമല്ല, ഒന്നേ ഞാൻ സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. എത്ര വേണം? ഇതുപോലെയുള്ള സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത 100 കണക്കിന് വചനങ്ങൾ ഞാൻ എടുത്തിട്ട് തരാം. ഒരെണ്ണം പോലും കാക്കാക്ക് നിങ്ങൾ അവകാശപ്പെടുകയല്ലേ? കാക്ക, എനിക്ക് സാമാന്യ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് കാക്ക ഇത്രയും നേരം ഞാൻ കാക്കായോട് പിടിച്ചു നിന്നത്. കാക്കായെ പോലെ ജിഹാദി ബുദ്ധി ആയിരുന്നെങ്കിൽ ഞാൻ കാക്കായെ ഇപ്പൊ തള്ളയ്ക്കും തന്നയ്ക്കും വിളിച്ചിട്ട് ഇറങ്ങിപ്പോയേനെ. എനിക്ക് സാമാന്യ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പൊ ബുദ്ധിയുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പറയട്ടെ, അതായത് ഈ പിന്നെ ഈ പുസ്തകത്തിലെ വരികൾ വെച്ചിട്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ എതിരായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന് എതിരായിട്ട് പറയുന്നത്. ഈ പുസ്തകം തരുന്നത് എന്തിനാണ്? ഇത് വായിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനാണ്. അപ്പോ അള്ളാഹു അത് പറയുമ്പോ അള്ളാഹുവാണ് നിങ്ങളോട് ആ വാചകം പറയുന്നത്. അപ്പോ അത് നിങ്ങളാണ് നിങ്ങളുടെ ഉള്ളില് അത് ചിന്തിക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് വാചകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോ നിങ്ങള് അള്ളാഹു അങ്ങനെ ഒരു കാര്യം പറയുമ്പോ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നരകത്തിലാക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സ്വർഗത്തിലാക്കും എന്ന് പറയുമ്പോ അത് അള്ളാഹുവാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ ഡയറക്റ്റ് നല്ല വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു പുസ്തകത്തിലുള്ള വഴികളാണത്. അപ്പൊ നിങ്ങളത് വിപരീതമായിട്ട് കാണുന്നതിന് പകരം കാക്കാക്ക് ഈ പുസ്തകത്തിന്റെ ബേസ് പോലും അറിയില്ല. നിങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ അടിത്തറ എന്താണെന്ന് പോലും അറിയില്ല. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ഗ്രന്ഥം കൊണ്ട് ധാരാളം ആളുകൾ വഴി പിഴച്ചു പോകും, ധാരാളം ആളുകൾ സന്മാർഗത്തിലാകുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളിൽ 2 പേർക്ക് ബിരിയാണി കൊടുത്തു, 2 പേരെ പട്ടിണി കിട്ടു. പട്ടിണി കിട്ടവനെ പിന്നീട് വന്ന് തല്ലി കൊല്ലാൻ പറ്റുമോ? എന്താടാ തിന്നാത്തേന്ന് ചോദിച്ചു നിങ്ങൾ കൊടുക്കണ്ടേ? അപ്പൊ പടച്ചോൻ തരണ്ടേ ഈ സാധനം നമുക്ക്? പടച്ചോൻ ഈ സന്മാർഗം തരാതിരുന്നിട്ട്, പടച്ചോൻ ആ ചിന്തയും നല്ല മാർഗവും തരാതിരുന്നിട്ട് പിന്നീട് പടച്ചോൻ എന്ത് കാക്ക ഈ പറയുന്നേ? പടച്ചോൻ പറഞ്ഞത് ശരിയല്ലേ? ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഇപ്പൊ പറയുന്നത് എന്താണ്, ഞാൻ പറയുന്നത് രണ്ട് തരത്തിലല്ലേ? അപ്പൊ ആ പറഞ്ഞ വാക്ക് വളരെയധികം ശരിയല്ലേ? ഈ ഖുർആൻ കൊണ്ട് വളരെയധികം പേരുകളെ വഴിതെറ്റിക്കും. ഈ ഖുർആൻ കൊണ്ട് വളരെയധികം പേരെ. അപ്പൊ അതിന്റെ കാരണക്കാരൻ പഠിച്ചോനല്ലേ? അപ്പൊ എന്ത് വർത്താനാണ് നിങ്ങൾ പറയുന്നത്? അതിന്റെ കാരണക്കാരൻ പഠിച്ചോനല്ലേ? അത് സംഭവിച്ചു കഴിഞ്ഞില്ലേ? അതിന്റെ അല്ല, എന്നെ ദുർമാർഗത്തിലാക്കിയത് പടച്ചോൻ. അപ്പൊ പടച്ചോൻ എത്രമാത്രം ദുഷ്ടനാണ്. നിങ്ങളെ സന്മാർഗത്തിലാക്കിയ പടച്ചോൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കാരുണ്യവാനാണ്. നിങ്ങളെ അള്ളാഹു സ്വർഗത്തിലിടുന്നു, എന്നെ അള്ളാഹു നരകത്തിലിടുന്നു. ഈ അള്ളാഹു എന്താണ്? വാക്കും പാലിക്കത്തില്ല, ഒരു സത്യസന്ധതയുമില്ല, കരുണയുടെ ഒരു അംശം പോലുമില്ല. ഇങ്ങനെയാണ് ഒരു സൃഷ്ടാവാകേണ്ടത്? സുഹൃത്തെ, നിങ്ങള് ഒരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാല്, ഇവിടെ ഈ പ്രപഞ്ചം തന്നെയും അത് തീരുമാനിച്ച് അത് അതിന്റെ സ്വഭാവങ്ങൾ നിർണയിച്ച് അതിന്റെ കഴിവുകൊണ്ടുണ്ടായതല്ല. നിങ്ങളും ഞാനും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ അഡ്മിന്മാരൊന്ന് ഇടപെടുമോ? സ്വർഗം, നരകം, സന്മാർഗം, ദുർമാർഗം
ഖുർആന്, ഹദീസ്, നബി, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാക്ക വേറെ എങ്ങോട്ടാണ് പോകുന്നത്? ചരിത്രമില്ല, അത് ചരിത്രം ഉണ്ടായിട്ടില്ല. നേരെ ഉത്തരം പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചാൽ വേറെ കാര്യത്തിൽ ഉത്തരം പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ എന്താ പറയേണ്ടത്? ആ പറയുന്ന ഉത്തരം കൂടി പറഞ്ഞത് പിന്നെ ഞാൻ അതാണ്ട്. അല്ല കാക്ക, എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. എന്നെ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് എന്നെ മുർത്തദ്ദാക്കിയത് പടച്ചോൻ. എനിക്ക് നരകം തരാൻ പടച്ചോൻ ദാ റെഡിയായിരിക്കുന്നു. നരകം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ശരി, നിങ്ങളെ അല്ലാഹു സന്മാർഗത്തിലാക്കി, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും. നിങ്ങൾക്ക് ദാ മാറിടം തുടുത്ത ഹൂറികളും വിൽദാനും മുഹല്ലദൂൻ, കുറെ ബാലന്മാരും കൂടി ഉണ്ട്, എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട് എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ചെയ്തത് പടച്ചോനല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നരകം കിട്ടാൻ ഉത്തരവാദി ഞാനാണോ? പടച്ചോൻ വിചാരിച്ചിരുന്നെങ്കിൽ എന്നെ സന്മാർഗത്തിലാക്കാമായിരുന്നില്ലേ? അപ്പൊ ഞാനല്ല ഇതിന്റെ ഉത്തരവാദി എന്ന് നിങ്ങളും പറഞ്ഞല്ലോ. സിമ്പിൾ. ഞാനും നിങ്ങളും ഇപ്പോൾ നിരീശ്വരവാദിയായിരിക്കുന്നു. അത് വളരെ ശരി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഖുർആന്റെ ആശയം പറഞ്ഞു. നിങ്ങൾ ചെയ്ത ഈ നിങ്ങളുടെ ഈ ആശയത്തിന്റെ ഉത്തരവാദി നിങ്ങളല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് 100% ഞാൻ അംഗീകരിക്കുന്നു. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശയം കൊണ്ടുവരാനോ നിങ്ങൾക്ക് ഈ തരത്തിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ ഒന്നും നിങ്ങൾക്ക് കഴിയില്ല. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോഴാണ് നിങ്ങൾ ഒരു ഖുർആൻ പഠിച്ച ഒരു വ്യക്തിയാവുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ ഖുർആനിൽ നിങ്ങൾ ഒരു ഖുർആൻ പണ്ഡിതയാണല്ലോ, അല്ലെങ്കിൽ ഖുർആൻ അറിയുന്ന ആളാണല്ലോ. അപ്പൊ ഖുർആനിൽ ഒരു ഭാഗത്ത് ഒരു സംഗതി പറയുന്നുണ്ട്. അതായത് ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ ഇബ്ലീസിന്റെ പ്രത്യേകത എന്താണ്? ഇബ്ലീസിന് അഹങ്കാരമാണ്. അതായത് ഇബ്ലീസിനെ അള്ളാഹു പുറത്താക്കുകയാണ്. എന്നിട്ട് പറയും, നീ ശപിക്കപ്പെട്ടിരിക്കുന്നു, നീ പുറത്തു പോകുന്നു പറയും. അപ്പൊ എന്താണ്? അറിയാത്ത കാര്യങ്ങളിൽ ഒന്നും കയറി അഭിപ്രായം പറഞ്ഞേക്കല്ലേ. ഇതൊന്നും അല്ല കാര്യം. അല്ല അവിടെ നിങ്ങൾ പറയുന്ന വിഡ്ഢിത്തങ്ങളൊന്നും കേട്ടിട്ട് ഞാൻ പോകത്തില്ല. അതായത് അവിടെ വാക്കു പാലിക്കാത്തത് പടച്ചോനാണ്. ഇല്ല, നിങ്ങൾ പറയുന്നത് തെറ്റായതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇടപെട്ടത്. ഇബ്ലീസ് അല്ല അഹങ്കാരം കാണിച്ചത്, അള്ളാഹുവാണ്. ഇബ്ലീസ് അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുകയാണ് ചെയ്തത്. അവിടെ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു മലക്കുകളെ വിളിച്ച് ആദം നബിനെ പ്രണമിക്കാൻ പറഞ്ഞു, സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് ഒഴിച്ച് മറ്റു മലക്കുകളൊക്കെ സുജൂദ് ചെയ്ത്. ഇബ്ലീസ് പറഞ്ഞ്, മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞു, പ്രണമിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു പറഞ്ഞു, നിന്റെ അഹങ്കാരം മൂലം നീ ശപിക്കപ്പെട്ടിരിക്കുന്നു, നീ പുറത്തു പോകുന്നത്. എന്നിട്ട് പറയുന്നത്, ആരെങ്കിലും ഇബ്ലീസിനെ ഫോളോ ചെയ്താൽ, അവനെ അംഗീകരിച്ചാൽ, അവന്റെ രീതി പിന്തുടർന്നാൽ അവന്റെ കൂട്ടത്തിൽ അവന് നരകത്തിലായിരിക്കും. ഈ ഇബ്ലീസ് പറയുന്നത് എന്താണ്? അഹങ്കാരാണ്. ഈ പ്ലീസ് ഒന്ന് നിർത്തൂ. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഞാൻ പറഞ്ഞുതരാം. അല്ല, അദ്ദേഹം പറഞ്ഞ ഖുർആനായത്ത് തെറ്റാണ്. ഇവള് വന്നിട്ട് സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കാന് അല്ല, കാക്കയുടെ യഥാർത്ഥ മദ്രസ സ്വഭാവം പുറത്തു വന്നു. കൊണ്ടാട്ടീനെ പോയി വിളിച്ചാൽ മതി കേട്ടോ, ഇവിടെ വന്ന് വിളിക്കരുത്. കാക്കയുടെ യഥാർത്ഥ മദ്രസ സ്വഭാവം പുറത്തു വന്നു. ഇവിടെ എന്നൊക്കെ വിളിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരി. അല്ലാതെ ഇവിടെ വന്ന് കണ്ട് ഇവിടെ ഉള്ള ആൾക്കാരെ വിളിക്കാൻ പറ്റില്ല. അത് പറ്റില്ല. നിങ്ങൾ പെണ്ണുങ്ങളെ കൂട്ടി കൊണ്ടുവന്നോളി. അതെ, നിങ്ങൾ പറയുന്നത് തെറ്റായത് കൊണ്ടാണ്. നിങ്ങൾക്ക് അവസരം തരും. നിങ്ങൾ പറയുന്ന ഇവള് ഓള് അങ്ങനെ അടങ്ങുന്നൊന്നും പറയണ്ട. സുപ്രു, അല്ല, ഞാൻ ഇടപെട്ടത് വെറുതെ അല്ല. നിങ്ങൾ പറയുന്നത് തെറ്റായത് കൊണ്ടാണ്. കാരണം ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഞാനും ഇത് അംഗീകരിക്കുന്നു. അല്ല, നിക്ക ഖുർആനല്ലേ, അവിടെ നിക്ക്. നിങ്ങൾ പഠിച്ചതിനേക്കാൾ ഖുർആൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ല, എന്നാ ഒരു കാര്യം ചെയ്യും. നീക്ക്, ഇത്രയും ആളുകൾ ഇരുന്നല്ലോ. നിക്ക് കാക്ക, അവിടെ നിക്ക് കാക്ക. ഇത്രയും ഖുർആൻ വചനങ്ങൾ ജാമിദ ഓതി. ഇതെല്ലാം പറഞ്ഞത് ഖുർആൻ ആയത്തിന്റെ അടിസ്ഥാനത്തിലാ. നിങ്ങൾ ഈ പറഞ്ഞ ഇബ്ലീസിന്റെ വിഷയം ഖുർആനിൽ എവിടെയാണ് പറഞ്ഞത്? ആ ഖുർആൻ വചനം നിങ്ങളൊന്ന് ഓത്. നിങ്ങൾ ഖുർആൻ സുപ്രു ഒന്ന് ഇടപെട്. അതായത് ഈ ഖുർആൻ വചനം നിങ്ങളൊന്ന് ഓതി അർത്ഥം പറയൂ.
മനസ്സിലായോ? സുപ്രു, അത് അയാള് മറ്റേ വികാരം കൊള്ളാണ് ഇവിടെ കടന്നിട്ട് അതാണ്. ചോദിച്ചതിന് മറുപടി അറിയില്ല. അതാണ്, അതായത് ഇദ്ദേഹം ഖുർആൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഭാഗം എവിടെയാണുള്ളത്? ആ ഖുർആൻ വചനം പറഞ്ഞ് നിങ്ങളൊന്ന് അർത്ഥം പറയും. തോന്നിയാസം പറയരുത്. ഞാൻ ശരി, എന്നാ ഞാൻ പറഞ്ഞുതരാം. സുപ്രോ, ആളെ മ്യൂട്ട് ചെയ്യ്. കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത്രയും സമയങ്ങൾ തന്നില്ലേ? നിങ്ങൾ ചോദിക്കുന്നതിന് ഖുർആനിൽ എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാന്ന് മറുപടി പറയാൻ നിങ്ങൾ ബാഹുബലിയിലെ വില്ലൻ പറയണം. എന്ത് പറയാനാ? അദ്ദേഹത്തിന് ഖുർആൻ അറിയില്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോ. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. ഇതിനകത്ത് എവിടെയെങ്കിലും ഇബ്ലീസ് എന്ന പദമുണ്ടോ? വഇദ് ഖാല റബ്ബുക, നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം. ഇസ്ജുദൂ ലി ആദം, ആദമിനോട് സുജൂദ് ചെയ്യാൻ. ആരോട്? ലിമലായികതി, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി, മലക്കുകളോട് നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം. ഇസ്ജുദൂ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യാൻ. ഫസജദൂ, മലക്കുകൾ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എത്ര എടുത്താ വേണ്ടത്? ഖുർആൻ 7 സ്ഥലങ്ങളിലാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. ജാമിദായെക്കാട്ടി കൂടുതലായിട്ട് ഖുർആൻ പാച്ചെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇത്രയും സമയം ചർച്ച ചെയ്തതിൽ ഒരൊറ്റ ഖുർആൻ വചനം പറഞ്ഞോ? ജാമിദ എത്ര ഖുർആൻ വചനങ്ങൾ പറഞ്ഞു? ഞാൻ പഠിച്ചതിനെക്കാട്ടി കൂടുതൽ പറഞ്ഞു. നിങ്ങൾക്ക് അതിനെ ക്രോസ് ചെക്ക് ചെയ്തൂടെ? തൂങ്ങിച്ചതല്ലേ ഒരു കയറെടുത്തിട്ട് ചെലി. ആ നല്ല മണ്ണും ചാട്ടം അറിയില്ല. നിങ്ങൾക്ക് പരമാവധി സമയം തന്നിട്ടുണ്ട്. ഇനി സമയം അല്ല, പറഞ്ഞുവിട്. മദ്രസയിൽ പഠിച്ച ഭാഷ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. സുപ്രോ, ഇതിനകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല. അതായത് 9ാം ക്ലാസ്സുകാർക്ക് സാറ് സ്പെഷ്യൽ ട്യൂഷൻ വെച്ചു. 9ാം ക്ലാസ്സുകാർ മുഴുവനും വന്നു. 10ാം ക്ലാസ്സുകാരെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. 10ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടില്ല, അവര് വന്നിട്ടില്ല. ഇതേ ഉള്ളൂ കാര്യം. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, മലക്കുകൾ വന്ന് സുജൂദ് ചെയ്തു. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. സിമ്പിൾ കാര്യം. കാരണം ഇങ്ങേർക്ക് ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല, ഇസ്ലാമിനെ കുറിച്ച് ഒരു വാഴക്കയും അറിയില്ല. ചർച്ചയ്ക്ക് വന്നേക്കാം. അനാവശ്യങ്ങൾ മാത്രമേ അയാളുടെ വായിൽ നിന്ന് വരും. നിങ്ങൾക്ക് എത്ര സമയം തന്നു? 1 മണിക്കൂർ നിങ്ങൾക്ക് ഇവിടെ സമയം തന്നിട്ട് നിങ്ങൾ ജാമിദ ടീച്ചർ ചോദിച്ചു എന്തിനെങ്കിലും തെളിവ് കൊണ്ട് തന്നണം. മനസ്സിലാവും എന്ത് പറഞ്ഞാലും. നിങ്ങൾ ജാമിദ ടീച്ചർ ഇവിടെ പറയുന്നൊക്കെ തെളിവ് വെച്ചിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ സമയം തന്നില്ലാണ്ട് ഇടപാടാവും നിങ്ങൾ. ശരി, സുപ്രഭാത. ഈ മുഹമ്മദിന് എളുപ്പത്തിൽ ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചോദ്യം അല്ല, ആദ്യം സുപ്രഭാതം തീരുമാനിക്കട്ടെ. ഓനൊരു മോഡറേറ്റർ ആയിട്ട് ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോ ഈ ജാമിദ അതിന്റെ ഇടയിൽ കയറി ഒച്ച ഉണ്ടാക്കുമ്പോ എന്റെ അണ്ണാക്കിൽ അപ്പം കേറിയില്ല. എനിക്ക് എന്തെയ്യുന്നു പണി? മണ്ടത്തരം എന്നെ പറയാൻ അനുവദിക്കാതെ കൂടെ കയറിയപ്പോ അതായിരിക്കും സംഭവിച്ചത്. ഐ എം സോറി, ഞാൻ പോകുവാണ്. ഇത്തരം വിവരദോഷികളുടെ ഒന്നും കൂടെ ചർച്ചയ്ക്ക് ഞാൻ നിൽക്കത്തില്ല. താങ്ക് യു. അണ്ണാക്കിൽ അപ്പം കയറിയിരിക്കുവാണോ? എന്ത് ചെയ്യും? വയസ്സായ ഒരു തന്ത ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി നിങ്ങളാണ് വിധികർത്താക്കളാകേണ്ടത്. അതായത് ചോദ്യം വളരെ സിമ്പിളാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുഴുവനും സന്മാർഗം നൽകുമായിരുന്നു. പക്ഷേ അള്ളാഹു വിചാരിച്ചില്ല, സന്മാർഗം കൊടുത്തില്ല. അള്ളാഹു ഉദ്ദേശിച്ച് തന്ന മാർഗത്തിൽ പിഴച്ച മാർഗവുമുണ്ട്. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ മുഴുവനും സന്മാർഗം നൽകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പൂർണ്ണ ഉത്തരവാദി ആരാണ്? പടച്ചോനാണ്. സിമ്പിളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 16-ാം അധ്യായം 9-ാമത്തെ വചനത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഒരു സൃഷ്ടികർത്താവ് നൽകുന്ന മാർഗത്തിൽ എങ്ങനെയാണ് തെറ്റായ മാർഗങ്ങൾ ഉണ്ടാകുക?
ഉണ്ടാക്കാൻ പാടുണ്ടോ? നമ്മൾ നമ്മുടെ മക്കൾക്ക് പോലും തെറ്റായ ഒരു മാർഗം കാണിച്ചു കൊടുക്കുക. അതായത് സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് അള്ളാഹു ഏറ്റെടുത്ത ബാധ്യതയാണെന്ന് ഖുർആൻ പറഞ്ഞത്. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്നാ പറഞ്ഞത്. പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ അത് അള്ളാഹു നിറവേറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആര്? ആളുകളാ പറയുന്നത്. ഇതുപോലെയുള്ള കാക്കാമാരെ പറഞ്ഞ് പടച്ചോൻ പറഞ്ഞിട്ടില്ല. പടച്ചോൻ പറഞ്ഞാൽ വിചാരിച്ച ചെയ്യുമെന്ന്, പക്ഷേ വിചാരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ഇനിയും ലോകത്ത് ഒരുപാട് തെറ്റായിട്ടുള്ള ചിന്താഗതി നിലനിൽക്കുന്നുണ്ട് അല്ലെ? ഇതിനൊക്കെ കാരണം ഒരു പരിധി വരെ ഖുർആനുണ്ട്. എല്ലാ തെറ്റിനും ഖുർആൻ കാരണമെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ വഴിതെറ്റിപ്പോയത് ഖുർആൻ കാരണമാണ്. ഖുർആൻ പഠിച്ചത് കൊണ്ടാണ്. ഖുർആൻ മനസ്സിരുത്തി വായിക്കുന്ന ഏതൊരാളും എന്നെ പോലെ ചിന്തിക്കും. ഇനിയും അള്ളാഹു പറഞ്ഞ എന്താണ്? ഒരു പരമാധികാരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, യൂണിവേഴ്സൽ വിൽ. അത് പടച്ചോനുണ്ടെന്നല്ലേ ഇവര് പറയുന്നേ. പടച്ചോൻ വിചാരിച്ചിരുന്നെങ്കിൽ എന്ന പ്രയോഗം പടച്ചോന്റെ കഴിവിനെയല്ലേ സൂചിപ്പിക്കുന്നത്? കാരണം എല്ലാത്തിനും കഴിവുള്ളവനാണ് പടച്ചോൻ എന്നല്ലേ അത്. മനുഷ്യർക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാതെ എല്ലാവരെയും ഒരേ അച്ചിൽ വാർത്തതുപോലെ സന്മാർഗികളാക്കാൻ പടച്ചവന് പറ്റുമായിരുന്നു. പടച്ചോൻ അത് ചെയ്തില്ല. പടച്ചവൻ മനുഷ്യർക്കിടയിൽ വിവേചനം കൊണ്ടുവന്നു. വിചാരിച്ചാൽ ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഈ നിലപാട് ഇവിടെ വ്യക്തമല്ലേ? അപ്പോൾ സന്മാർഗത്തിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ്. ഇനി പരീക്ഷണത്തിന്റെ പേരിലാണെങ്കിൽ എന്തിനാ പടച്ചോന് പരീക്ഷണം? എല്ലാം അറിയുന്ന അദൃശ്യജ്ഞാനിയായ താൻ വിചാരിച്ചതുപോലെ മാത്രം സകലതും സംഭവിക്കുന്ന ഒരു പടച്ചോന് പരീക്ഷണമോ? പടച്ചോൻ വിചാരിക്കുന്നത് മാത്രമല്ലേ സംഭവിക്കൂ? അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഒരു പടച്ചോൻ? പടച്ചോൻ വിചാരിച്ചാൽ നടക്കും, പക്ഷെ വിചാരിക്കുന്നില്ല. എത്രമാത്രം വൈരുദ്ധ്യമാണ് ഇതെന്ന് ആലോചിച്ച് നോക്കിക്കേ. യുക്തിപരമായും ഇനിയും ദൈവശാസ്ത്രപരമായും ചിന്തിക്കുമ്പോൾ പോലും നമുക്ക് വിമർശനങ്ങളല്ലേ വരുന്നുള്ളൂ. അതായത് ഇവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഗ്യാപ്പ് വരുന്നുണ്ട് പടച്ചവന്റെ ഭാഗത്ത് നിന്ന്. അള്ളാഹു നൽകണം. ഒരു കുഞ്ഞ് ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയാൽ അതിന്റെ ഉത്തരവാദി ആരാ? അമ്മയാ. കാരണം അമ്മ അത് നൽകാൻ ബാധ്യതപ്പെട്ട ആളാ. അച്ഛൻ അത് നൽകാൻ ബാധ്യതപ്പെട്ട ആളാ. ആ കുഞ്ഞിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അത് നൽകാൻ ബാധ്യതപ്പെട്ട ആളുകളാ. ഇനി അത് നൽകാൻ ഉദ്ദേശിക്കാതെ കുഞ്ഞ് മരിച്ചുപോയാൽ അതിന്റെ കാരണക്കാരനാരാ? പടച്ചോൻ സന്മാർഗം നൽകണം, അത് നൽകിയില്ല, വഴിപിഴച്ചു പോയി. എങ്ങനെ ആ വ്യക്തിയെ കുറ്റപ്പെടുത്താൻ പറ്റുക? ഒരാൾക്ക് സന്മാർഗം ലഭിക്കാത്തത് പടച്ചവന്റെ ഒരു വില്ല് അതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു ഇച്ഛ, ഒരു താല്പര്യമില്ലാത്തത് കൊണ്ടാണെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ശിക്ഷാനീതിയല്ലേ? എങ്ങനെയാ എന്നെ അല്ലാഹു നരകത്തിലിട്ട് ശിക്ഷിക്കുക? ഇതിനകത്ത് കരുണയും ക്രൂരതയും ഇഷ്ടവും ഇതൊക്കെ തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഇവിടെ നടക്കുന്നതെല്ലാം. പടച്ചവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച പടച്ച റബ്ബ് എത്ര സ്തുത്യർഹനാണെന്ന് പറയുന്നത്. എങ്ങനെയുള്ള പടച്ചവൻ? അർറഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയും. പടച്ചോൻ പറയുന്നത് പടച്ചോനെ അർറഹ്മാൻ, കരുണാവാരിധി എന്ന. എല്ലാവരെയും സ്വർഗത്തിലാക്കാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതെ നരകശിക്ഷയ്ക്ക് വിട്ടുകൊടുത്തിട്ട് പടച്ചോന്റെ കാരുണ്യം എന്ന ദൈവസങ്കല്പത്തിന് വിരുദ്ധമല്ലേ ഇത്? ആ വീട്ടിൽ കള്ളം കയറും, അയാൾ ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും കൊല്ലും എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ അവരെ രക്ഷപ്പെടുത്തി ഇവനെ പിന്തിരിപ്പിക്കാമെന്നല്ലേ ചിന്തിക്കുക? അതല്ലേ നമ്മുടെ ധർമ്മം, അതല്ലേ നമ്മൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. ആ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും, ഇത് അറിയാമായിട്ട് പടച്ചോനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ പടച്ചോനൊന്നും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വിധി ആയതുകൊണ്ട് അതങ്ങ് നടക്കട്ടെ എന്ന് പടച്ചോൻ വിചാരിച്ചൊന്നുമില്ല. പടച്ചോൻ വിചാരിക്കുന്നില്ല എന്നെ സന്മാർഗത്തിലാക്കാൻ. പടച്ചോൻ വിചാരിച്ചാൽ ഈ സെക്കൻഡിൽ പറ്റും, പക്ഷെ പടച്ചോൻ വിചാരിക്കുന്നില്ല. ഇതൊരു ഭാഗ്യപരീക്ഷണമല്ലേ? ഒരാൾ ജയിക്കുമ്പോൾ അള്ളാഹുവാണ് സന്മാർഗം നൽകുന്നത്. ഒരാൾ ദുർമാർഗിയാകുമ്പോഴും അള്ളാഹു തന്നെയാണ് അതിന്റെ കാരണമെന്ന് പറയണം. മനുഷ്യന്റെ പരിശ്രമം, മനുഷ്യന്റെ ഫ്രീ വില്ല്, മനുഷ്യന്റെ എഫേർട്ട്, അതിനൊന്നും ഇവിടെ ഒരു വിലയും ഇല്ലാതാകുമല്ലേ? ഈ വിമർശനത്തെ പ്രതിരോധിക്കാൻ സാധിക്കാതെ പൂരത്തെറിയഭിഷേകം നടത്തുവാണ് ഈ കാക്ക വന്നിട്ട് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ന മനുഷ്യന്റെ താല്പര്യത്തിന് അനുസരിച്ചിട്ടാണെന്നല്ലേ പറയുന്നത്. ഇതെങ്ങനെ ശരിയാകും? സന്മാർഗം ആത്മാർത്ഥമായിട്ട് തന്റെ സൃഷ്ടികൾക്ക് നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അള്ളാഹു അത് നൽകണ്ടേ? കാരണം അതിന്റെ ഏജൻസി പടച്ചവനാണ്. പടച്ചവൻ ഒരാൾക്ക് സന്മാർഗം നൽകാൻ ഉദ്ദേശിച്ചാൽ ദുർമാർഗത്തിലാക്കാൻ ആർക്കും പറ്റില്ല. പടച്ചവൻ ഒരാളെ ദുർമാർഗത്തിലാക്കാൻ വിചാരിച്ചാൽ ലോകത്തുള്ള ഒരു ഏജൻസിക്കും പടച്ചവന്റെ ഏജൻസിയെ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? പടച്ചവനാ.
ബുദ്ധി ഉപയോഗിച്ച് സത്യം കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടോ? ഇല്ല. പടച്ചോ വിചാരിച്ചാൽ എല്ലാം നടക്കും, പക്ഷെ വിചാരിക്കത്തില്ല. അപ്പോൾ ഇത് മനുഷ്യന്റെ പ്രവൃത്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതല്ലേ? കർമ്മ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതല്ലേ? സ്വതന്ത്രമായിട്ടുള്ള ചിന്തയെ ബാധിക്കുന്നതല്ലേ? പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അനങ്ങാപ്പാറ നയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനാക്ഷൻ. ഇത് നീതിരഹിതമാണ്. പടച്ചോന് കഴിവില്ല, എന്നിട്ടും പടച്ചോൻ കഴിവുണ്ട് എന്ന് നടിക്കുവാണ് ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ അബദ്ധമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം ഇവർക്കൊന്നും ഉത്തരങ്ങളില്ല. ഇവർ വലിയ രൂപത്തിൽ കൊട്ടിക്കലാശത്തിൽ ചണ്ടയൊക്കെ കൊട്ടി വരുന്നതാണ് ചർച്ചയ്ക്ക്. ഇവർക്ക് ഖുർആനിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഹദീസുകളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഒന്നും അറിയില്ല. അവസാനം ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ പൂരത്തെറിവിളിയ. നന്ദി.